ശരി, ഞാൻ ഇത്രയും വർഷം ഇത് നോക്കി കളിച്ചിട്ട് നിങ്ങൾ പുതിയ നല്ല വെച്ചാൽ എന്നോട് പറഞ്ഞില്ലല്ലോ. പുതിയ നല്ല നിങ്ങളുടെ പറഞ്ഞ റോസ ഒന്ന് കേട്ട് ഞാൻ നാളെ നടക്കണം. റോസയല്ല പിന്നെ അതേതാ പ്രതീക്ഷയാണ്. അപ്പൊ ആ പ്രതീക്ഷ പോയി. വലിയ പ്രതീക്ഷ നാടകം ഇന്ന് നേരെ കളിക്കണം. നാടകം ഇന്ന് ഞാൻ അടിച്ച് പൊളിക്കും. എന്ന് പറഞ്ഞാൽ എന്ത് നീയാണത് പൊളിക്കുന്നത്? ഞാൻ പൊട്ടുന്നായി പറഞ്ഞു. നീ എന്നാ പൊളിക്കാത്തത്? ഈ പുള്ളി എന്റെ തലയൊക്കെ ശരി, ഞാൻ കാണിച്ചാ. ഞാൻ കാര്യം ചോദിക്കട്ടെ എന്റെ പൊന്നു സുഹൃത്തി, ഈ നാളത്തെ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതാണ്? അത് കോസ്റ്റ്യൂം കണ്ട് അറിയാൻ പറ്റില്ല. ബ്രിട്ടീഷ് വൈസ്രോയി. ആ വൈസ്രോയിക്ക് ഒരു പേരുണ്ട്, അത് സാറിന് പറയാമോ? അത് ഞാൻ തട്ടേ പറഞ്ഞോളാം. നീ തട്ടേ പറഞ്ഞ വിളിച്ചു പറയും. അതിന്റെ കണ്ണഞ്ചിതാരെ താടിക്ക് തട്ടി മേടിക്കാൻ ഞാൻ നീ പേര് പറയണം വൈസ്രോയിയുടെ. അത് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്? എന്തിനാണോ നിങ്ങൾ കേൾക്കണം? കഴിഞ്ഞ സ്റ്റേജ് നാടകത്തിന് ഈ വൈസ്രോയി കയറും. ഞാൻ ചോദിച്ചു വൈസ്രോയി പേരെന്താന്ന് വെച്ചപ്പോൾ യോ പറയാ ഉണ്ണി. ആ ഒറ്റ വട്ടം പൊളിഞ്ഞു. അതിന് നാടകം പൊളിഞ്ഞപ്പോ അച്ഛനും കമ്മിറ്റിക്കാരും കൂടെ എന്നെ കെട്ടിയിട്ട് ചോദിച്ച അച്ഛനും ചോദിച്ചു ഏത് വിശ്വസിച്ച് വൈദ്യുതിക്കാ ഉണ്ണീന്ന് പേര്? നിന്റെ ഒറ്റ ഉണ്ണിക്ക് ഞാൻ 15 അവർക്ക് തിരിച്ചു കൊടുത്തു. ഉണ്ണിയെടുത്ത് വേറെ 14 കൊടുത്തു. ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞോളാം പറഞ്ഞില്ല. നീ വൈദ്യുതിയുടെ പേര് പറഞ്ഞു. പേര് പറയണം, വൈദ്യുതിയുടെ പേര് പറയണം. ശരിയാണോ? ശരിയാണോ? അത് വൈദ്യുതി. ഞാൻ വൈദ്യുതിയുടെ പേര് പറയണം. ഏതാണോ? ചേരാനാണോ? അത് വൈദ്യുതിയാണോ? ഞാൻ ഓർത്ത് പറയട്ടെ. അപ്പൊ മറന്നു. ഇന്ന് നീ ഉണ്ണിയാക്കാനുള്ള പരിപാടിയോ? ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ? വൈദ്യുതിയുടെ പേര് ഓർത്ത് പറയണം. അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ ആകെ ചെയ്തിട്ടോ എന്നോട് ലിവിങ്സ്റ്റൺ അതാണ് പുതിയ പേര്. ഏറ്റവും ഒരിക്കലും നന്നാവില്ല. വൈസ്രോയിയുടെ പ്രാണത അത് പഠിക്കണം. നിങ്ങളുടെ വൈസ്രോയി 7 രാജ്യത്താണ്. നിങ്ങളുടെ വൈസ്രോയിയാണ് നീ വെറും ഉണ്ണിയാക്കി ഒതുക്കുന്നത് എന്നറിയോ? നിങ്ങളെ ഈ പറയാനുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയാൻ പാടില്ലാത്ത സത്യത്തിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ എടുക്കത്തില്ല. നിങ്ങൾക്കറിയോ എന്നെ സിനിമയ്ക്ക് വിളിച്ച് എന്നിട്ട് പോവാതെ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കണം. എല്ലാ സിനിമയ്ക്ക് വിളിച്ചാൽ ഞാൻ പോയില്ലല്ലോ. ഏത് സിനിമയ്ക്ക്? ഒരുപാട് സിനിമയ്ക്ക് എന്നെ പോവാതെ അല്ലേ ടിക്കറ്റ് 140. എത്ര കയ്യിൽ നിന്ന് പോകുന്നല്ലോ. നിങ്ങൾ ഈ ഹിന്ദു പുരാണം വിട്ട് ബൈബിൾ നാടകത്തിലേക്ക് പെട്ടെന്ന് മാറാനുള്ള കാരണം എന്താ? ബൈബിളിനോടുള്ള താല്പര്യം കൊണ്ടാണോ? ബൈബിളിനോടുള്ള താല്പര്യമല്ല, പിന്നെ ഇറച്ചിയും മീനിനോടുള്ള താല്പര്യം. അമ്പലത്തിൽ കഴിക്കുന്ന ഫുഡ് അറിയാം. സാമ്പാർ, അവിയല്, പച്ചക്കറി കഴിച്ച് നാടിന്റെ ടേസ്റ്റ് വേണം. പള്ളിയുടെ കൊണ്ട് അറിയാമോ? നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ്, പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ നല്ല തൈലം പോലെ ഒഴിച്ച് അവിടെ നിന്ന് ഓളം കിട്ടും. പിന്നെ മീന് ചുമ്മാ മത്തേറിയായിട്ട് വരുമല്ല, നല്ല നെയ്മീൻ മേടിച്ചിട്ട് വന്നിട്ട് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുടമ്പടിയൊക്കെ ഇട്ട് ചുവന്ന കളറിങ്ങി വെച്ച് അതൊന്ന് തൊട്ട് നോക്കിയാൽ ഒരാഴ്ച അതിന്റെ ടേസ്റ്റ് നിൽക്കണം. ബീഫോ ബീഫ് ചുമ്മാ ചാറ് കൂട്ടി അടിക്കുമല്ല, പിന്നെ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒലത്തി വെച്ച്. നിങ്ങളുടെ ഭക്ഷണം ഇപ്പൊ കഴിക്കുവാണോ നാടക കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്? എന്താണ് ചില ചെറിയ പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ടാൽ ഓടി ഓടിയിരുന്നു. നീ യാത്രാന്ന് കണ്ട അവര് വിചാരിക്കില്ല നമ്മൾ ഇറച്ചി മീൻ കാണാതെ കിടക്കാം. സത്യമാണ് നമ്മളറിഞ്ഞാൽ പോലെ അറിയിക്കുന്നു. ഇതിനൊക്കെ ഒരു ഞാട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഭക്ഷണം നോമ്പായതുകൊണ്ട് പച്ചക്കറിയാണ്. എടുത്ത് നോക്കി കടിക്കേ. ഞങ്ങൾ പോണ വഴി തട്ടിലാണ് കഴിച്ചോളാം. അപ്പൊ ഇന്ന് കട്ടൻ ബീഫ് പുറത്തേ മേടിച്ചു തരാം. വന്നപ്പോ മുതൽ കമ്മിറ്റിക്കാരെ വല്ലാത്ത നോട്ടും എന്താ മുളഭാവം കണ്ടോ? നമ്മൾ ഈ ശരി നേരത്തെ നാളെ കളിച്ചിട്ടില്ലല്ലോ. ഈ പള്ളി കളിക്കണമെന്നോ നമ്മൾ വേറെ പള്ളി കളിച്ചപ്പോ ഇവിടെ അവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ? അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അത് ശരിയാണ്. ഈ പള്ളിക്കാർ തമ്മിൽ വല്ല കൈക്കൊണ്ടെങ്കിൽ ഇവിടെ ഇട്ട് നമ്മളെ പിടിക്കാനുള്ള പരിപാടിയാണെങ്കിലോ? അത് മുമ്പ് തന്നെ അങ്ങനെ വല്ല തീരുമാനമുണ്ടോ? ഇങ്ങനെയാണ് നിങ്ങൾ നമസ്കാരം. ഞങ്ങളുടെ ഗ്രൂപ്പുകാർ ഇങ്ങനെയാണ് നമസ്കാരം. ഈ പള്ളിമൊത്തം കമ്മിറ്റിക്കാരാണ്. 51 ഇച്ചിരി ഓടിപ്പോയി. അതിൽ 50 പേർക്ക് മെഗാഷോ നടത്തണമെന്നായിരുന്നു. എന്റെ ഒറ്റ തീരുമാനമായിരുന്നു നിങ്ങൾ ഈ നാടകം വെക്കണം. അതെടുക്കേണ്ടായിരുന്നു. എഴുത്തുകാരികളുടെ തീരുമാനം എന്തുകൊണ്ട് ഉചിതമായെന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയത്. നിങ്ങളുടെ ചാലക്കുടി പള്ളിയിലുള്ള നാടകം കാണാൻ ഞാൻ വന്നിട്ടുണ്ട്. അയ്യോ അത്ര ദൂരം എത്തിയോ ചേട്ടൻ? എനിക്ക് നാടകം കാണാൻ പറ്റിയില്ല. ആക്സിഡന്റ് ആയിപ്പോയി. ഭാഗ്യം. ആക്സിഡന്റ് ആയതോ? അല്ലല്ല, ആക്സിഡന്റ് ആയിട്ട് ചേട്ടനൊന്നും സംഭവിച്ചില്ലോ. അത് ഭാഗ്യമല്ലേ? നിങ്ങൾ നാടകം നമ്മൾ നടന്ന അഭിപ്രായം കൊണ്ടല്ലോ അല്ലേ? നാടകത്തിന് 2 അഭിപ്രായമല്ലേ? എന്താ 2 അഭിപ്രായം? ഒന്ന് മോശമാകും, ഒന്ന് മോശമല്ലേ? അങ്ങനെ പറഞ്ഞു. അവൻ ചുമ്മാ കൈ നിട്ട്
പള്ളിയുടെ ഒരു ആചാരമായിരുന്നു. ആചാരം പള്ളിയിൽ അങ്ങനെ ആചാരം വല്ലതും ഉണ്ടോ? ഇല്ല, ഇവിടെ ആചാരമൊന്നുമില്ല. പിന്നെ അമ്പം മുന്നോട്ട് വേണം. വേണ്ടല്ലോ. എന്തായാലും പരിപാടി വന്ന സമയം പോയി. കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ പോയി. നോട്ടീസ് അടിച്ചിട്ടുള്ള സമയം സമയം പോയി. ആണല്ലേ? ദൈവമുള്ളവരെ, ഞങ്ങൾ നാടകം ആരംഭിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ അയ്യോ വല്ല ദേവീക്ഷേത്രത്തിലും പരിപാടി ഇത് മുഴുവൻ അക്ഷരത്തെറ്റാണ്. ഞാൻ പ്രൂഫ് നോക്കാൻ അച്ചടിച്ച് വെച്ചിരിക്കുന്നു. ഒരുപാട് തെറ്റ്. ആണോ? ഞാൻ വായിച്ചോട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ സെന്റ് സെബസ്ത്യാനോസ് ചർച്ചിലെ